ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസവും ബിഗ് ബോസിലെ രേണുസുതിയാണ് കേട്ടോ നമ്മുടെ വിഷയം. നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും രേണുസുതി എന്താ മുഖം പൊത്തി കരയുന്നത്. മോനെ ഋതപ്പ, നീ സ്കൂളിൽ പോകുന്നുണ്ടോ? നീ TV കാണണം, നീ അമ്മയെ കാണണം, അപ്പച്ചനോട് പറഞ്ഞാൽ മതി TV വെച്ച് തരും, കിച്ചൂട്ട പോയി ഋതപ്പനെ നോക്കണം, ചേട്ടാപ്പിയോട് പറയണം അവനെ വണ്ടിയിൽ ഇരുത്തി കൊണ്ടുപോകാൻ കറക്കാൻ പറയണം, അവന് വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ പറയണം, അവനെ വിഷമിപ്പിക്കരുത്, മോനെ നീ അമ്മയെ മറക്കരുത് എന്നൊക്കെ പറയുന്നൊരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മ എന്ന നിലയിൽ അത് ഹാർട്ട് ടച്ചിങ് തന്നെയാണ്. ഒരുപാട് പേര് അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും രണ്ട് സംഭവങ്ങളുണ്ട് ഇതിൽ. അതായത് ആദ്യമായിട്ട് കുഞ്ഞിനെ പിരിഞ്ഞ് ഇത്ര ദിവസം മാറി നിൽക്കുന്ന ഒരമ്മയ്ക്ക് അനുഭവിക്കുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. കാരണം എൻ്റെ മൂത്ത മോളുടെ, ഞാൻ ഒരമ്മയെന്ന നിലയിൽ പറയണം, എൻ്റെ മൂത്ത മോൾക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അവളെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാനാണ്. അപ്പോൾ ഇളയാൾ എൻ്റെ അമ്മയുടെ കൂടെയും എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം വീട്ടിലായിരുന്നു. അപ്പം ഞാൻ മാത്രമായിരുന്നു എൻ്റെ മോളുടെ കൂടെ. ഹസ്ബൻഡ് പകൽ വരും, രാത്രിയിൽ ഇളയാളുണ്ടായിട്ട് ഇളയാൾ. അപ്പം മൂത്ത മോളോടൊപ്പം നിൽക്കുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം. എന്ന് വെച്ചാൽ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ഹസ്ബൻഡ് ഇത്ര പേര് എൻ്റെ പൊടി മോളുടെ കൂടെ ഉണ്ടായിട്ട് കൂടി 2 വർഷം മുമ്പാണ്. അവൾക്ക് 2 വയസ്സൊക്കെ ഉള്ള സമയത്താണ്, മൂത്താൾക്ക് ഒരു 8 വയസ്സുള്ള സമയത്താണ് സംഭവം. അപ്പോൾ 10 വയസ്സും 4 വയസ്സും ആയിട്ടുണ്ട്. അപ്പം ആ ഒരു സ്റ്റേജിൽ എനിക്ക് ഭയങ്കര വിഷമം. ഒരു 3-4 ദിവസം ആ ഒരു ദിവസമാണ് എൻ്റെ കുഞ്ഞിനെ കാണാതിരുന്നത്. അപ്പം ആ ഒരു ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദന ഭയങ്കര വലുതാണ്. എന്ന് വെച്ചാൽ ഒട്ടും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും മൂത്താളുടെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്, അതിൻ്റെ ടെൻഷനും വിഷമവും വേറെ ഉണ്ട്. സർജറിയാണ്, തലയിലാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു വിഷമവും വേദനയും ഉണ്ട്. അതുകൂടാതെ ഇളയ കുഞ്ഞിനെ ആദ്യമായിട്ടാണ് ഇത്ര ദിവസം പിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ദുഃഖം. അപ്പം ഈ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രേണുവിൻ്റെ ഈ ഒരു സങ്കടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. കാര്യം ഏതൊരമ്മമാരും ഒരു ദിവസം പോയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ പിരിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യമായിരിക്കും. ആ ഒരു ദിവസമാണ് എനിക്ക് രേണുവിൻ്റെ കരച്ചിൽ വിഷമത്തിൽ വന്നത് കേട്ടോ. ഇതൊരു ഗെയിമാണ്. ആ ഗെയിം ജയിക്കാൻ എല്ലാവരുടെയും വോട്ടും സപ്പോർട്ടൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടാണ് രേണു ഇത്രമാത്രം അഭിനയിക്കുന്നതെന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും അതിലിനി അഭിനയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരമ്മ എന്ന നിലയിൽ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അഭിനയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം കിച്ചു എന്ന് വിളിച്ച് കരഞ്ഞൊരു സാഹചര്യത്തിൽ നമ്മളത് അഭിനയമാണെന്ന് കരുതി. കാര്യം കിച്ചുവിനെ വളർത്തിയതും നോക്കിയതും ഒന്നും രേണു അല്ല, കിച്ചുവിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരാണ്, സുധിയുടെ വീട്ടുകാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ കിച്ചുവിനെ കാണാൻ എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കരഞ്ഞാൽ അത് അഭിനയമാണ് നമുക്ക് ഓർക്കാം. പക്ഷേ ഋതപ്പൻ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നൊന്ത് പെറ്റ കുഞ്ഞാണ്, ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷൂട്ടിനായിട്ടൊക്കെ ദൂരോട്ടൊക്കെ മാറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇത്ര ദിവസങ്ങൾ ലോങ് ആയിട്ട് കുഞ്ഞിനെ കാണാതിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കണം. അതുകൊണ്ട് ആയിരിക്കണം ഇത്രയും വേദനയും വിഷമവും ഉണ്ടായത്. അപ്പം അതിനെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. മോനെ നീ സ്കൂളിൽ പോയോ, നീ ഫുഡ് കഴിക്കുന്നുണ്ടോ? ഇപ്പം കുഞ്ഞിനെ നമ്മുടെ ഉള്ളിൽ കാണും, അങ്ങനെയാണ് നമ്മുടെ പറയുന്നത്. അല്ലാതെ കുഞ്ഞ് മുമ്പിൽ വന്ന് നിന്നിട്ടോ അങ്ങനെയൊന്നും അല്ല. ഇപ്പം നമ്മുടെ കുഞ്ഞ് എന്ത് ചെയ്യുകയാണ്, അവൻ ഒറ്റപ്പെട്ടോ, അവനെ എല്ലാവരും നോക്കുന്നുണ്ട്, എല്ലാവരും പൂർണ്ണ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആ ദിവസങ്ങളിൽ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്, അവളുടെ അച്ഛൻ കൂടെ ഉണ്ട്, അമ്മുമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, എല്ലാവരും ഉണ്ട്, മാമനുണ്ട്, മാമിയുണ്ട്, എല്ലാവരും കൂടെ ഉണ്ട്. എന്നാലും അമ്മയെന്ന് ഞാൻ കൂടെ ഇല്ല എന്നുള്ള വിഷമമാണ് എനിക്ക്. അവൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമോ എന്നാൽ എന്നെക്കാട്ടി നന്നായിട്ട് നോക്കുന്നത്. ഇപ്പോഴും അവൾ ഉറങ്ങുന്നത് അവളുടെ അമ്മുമ്മയുടെ അപ്പൂപ്പൻ്റെ കൂടെയാണ്, അമ്മുമ്മയുടെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പം എന്നിട്ട് അന്നും ആ സാഹചര്യത്തിലും അവൾ അങ്ങനെ കിടന്നുറങ്ങും. പക്ഷേ ആ ദിവസങ്ങളിൽ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇല്ലാത്ത എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇളയ മോളുടെ ഡെലിവറിക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ടൈമില്ല. അതായത് ഒരേ ഒരു ദിവസം മാത്രം, അതായത് 5-ാം തീയതി ഞാൻ അഡ്മിറ്റ് ആകുന്നു, 5-ാം തീയതി രാത്രി, 6-ാം തീയതിയാണ് എൻ്റെ ഡെലിവറി, ഇളയാളുടെ ഡെലിവറി നടക്കുന്നത്. അപ്പോൾ ഈ 5-ാം തീയതിയിൽ എനിക്ക് പോയി അവിടെ നിന്ന സമയത്ത് അവളെ നിർത്തിയേക്കുന്നത് അവളുടെ അച്ചാച്ചൻ്റെ അച്ചാമ്മയുടെയും കൂടെ കുഞ്ഞുണ്ട്, കൊച്ചുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ ഈ മൂത്താളെ കാണാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. അപ്പോൾ കൊറോണ ടൈമാണ്, അപ്പോൾ കൂടെ നിർത്താൻ പറ്റില്ല. ഒരാൾക്ക് കൊറോണ ചെക്ക് ചെയ്താൽ മാത്രമേ കൂടെ നിർത്തുള്ളൂ ആ സാഹചര്യത്തിലൊക്കെ. അപ്പോൾ ആ ദിവസം ഈ മൂത്ത കുഞ്ഞിനെ കാണാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് അവൾക്ക് ഈ പറഞ്ഞ പോലെ 6 വയസ്സുണ്ട്. ഈ വർഷത്രയും നമ്മളെ കൂടെ വളർന്ന കുഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം വെറും ഒരു ദിവസം മാത്രമാണ് അവളെ ഞാൻ പിരിഞ്ഞത്. എന്നിട്ട് എനിക്ക് അവിടെ സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം അതാണ് ഇതിനെ പരിഹസിക്കുന്നവരോടും ഇത് കൊഞ്ഞനം കുത്തുകയും അതുപോലെ തന്നെ ഇതൊരു കള്ളത്തരമാണെന്ന് പറയുന്നവരോടും ഓരോ അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങളെ അഭിനയിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് രേണുവിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായിരിക്കാം.
രണ്ടാമതായി പറയുന്നത്, ഗെയിം ആയതുകൊണ്ട് തന്നെ രേണു ഇതെല്ലാം അറിഞ്ഞിട്ടാണ് പോയത്. ഈ 100 ദിവസം അവിടെ നിന്നാൽ മാത്രമേ കപ്പ് കിട്ടുള്ളൂ, പ്രൈസ് കിട്ടുള്ളൂ, ജയിച്ചാൽ മാത്രമേ തൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുള്ളൂ എന്നൊക്കെ രേണുവിനെ അറിയാം. ഇത് മനസ്സിലാക്കിയിട്ടാണ് രേണു പോയിരിക്കുന്നത്. അവിടെ അങ്ങനെയും കുറച്ച് ആളുകൾ പറയുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ അറിഞ്ഞിട്ട് പോയിട്ട് പിന്നെ എന്തിനാണ് അവിടെ കിടന്ന് ഇങ്ങനെയുള്ള ആക്ഷൻ കാണിക്കുന്നതെന്ന്. പക്ഷെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട്, പരാജയതകൾ കൊണ്ട് ജയിച്ച് മുന്നേറി സമ്മാനം വാങ്ങിച്ച് വന്ന് കുടുംബം രക്ഷപ്പെടുത്തണമെന്ന് അവിടെ രേണു ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് രേണു പോയത്. പക്ഷേ ഇങ്ങനൊരു സ്റ്റേജ് ചെന്ന് ഒറ്റപ്പെടുക, ഫോണില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കൂട്ടുകാരുണ്ട്, സത്യം തന്നെ ഫാമിലി മെമ്പേഴ്സായിട്ട് അവരെ കാണണം. പക്ഷെ അവരുടെ കൂട്ടത്തിലൊന്നും എൻ്റെ കുഞ്ഞിനെ കാണാൻ പോലും പറ്റുന്നില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ കേസിൽ എനിക്ക് എൻ്റെ മോളെ വാട്സപ്പ് കോൾ ചെയ്യാം, വീഡിയോ കോൾ ചെയ്ത് കാണാം, എന്നിട്ട് പോലും സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ഇവിടെ ഒന്നും പറ്റുന്നില്ല. ഈ കുഞ്ഞ് മാത്രമാണ് അമ്മയെ ടി വിയിലൂടെ കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, മോനെ അമ്മയെ നീ കാണണം, അമ്മയെ മറക്കും. പക്ഷെ അമ്മയെ മറക്കുമോ എന്നുള്ള ചോദ്യം തെറ്റാണ്. കാര്യം 1 മാസം 1 വർഷം കുഞ്ഞുങ്ങൾ അമ്മയെ കാണാതെ പോയാൽ പോലും അവരമ്മ മറക്കില്ല. കാര്യം അതങ്ങനെയാണ്. ആ ഒരു രക്തബന്ധം, ആ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇവിടെ രേണുവിനെ കുറ്റപ്പെടുത്തുന്നവർ പറയുന്നത് ഇതൊരു ഗെയിമാണെന്ന് അറിഞ്ഞിട്ടല്ലേ പോയത്, ഇത്ര ദിവസം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നോ, അതുപോലെ തന്നെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കളഞ്ഞിട്ട് പോകുന്നു, കുഞ്ഞിൻ്റെ മുഖത്തൊക്കെ മുറിവ് വന്നിട്ട് അത് എന്താണെന്ന് അമ്മയോട് ചോദിക്കുന്നു, അതുപോലെ അറിയാത്ത നീ ഇപ്പോൾ പോയി അഭിനയിക്കുന്നു എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. പറഞ്ഞല്ലോ, നമ്മുടെ കുഞ്ഞുമായിട്ട് ബന്ധപ്പെടാൻ സാഹചര്യമുണ്ട്, ഫോണിലൂടെ വിളിച്ച് അവനെ അന്വേഷിക്കാമൊക്കെ സാഹചര്യം വരുമ്പോൾ ഇത്രയും ഒരു വേദന വരില്ലായിരിക്കും. പക്ഷേ ഇത് കുഞ്ഞിനെ കാണുന്നില്ല, അറിയുന്നില്ല, അവൻ എന്ത് കഴിച്ചു, അവൻ എന്ത് ചെയ്യുന്നു, അവൻ അമ്മയെ തിരക്കുന്നുണ്ടോ, അവൻ കരയുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അതൊക്കെ ഒരു അമ്മമാർക്ക് ആ ഒരു വേദന മനസ്സിലാവുള്ളൂ. പുറകെ നിന്ന് പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. എത്ര ആയാലും സ്വന്തം അമ്മമാര്, അതായത് എല്ലാവരുടെ കാര്യമല്ല, 90% അമ്മമാരും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ കുഞ്ഞുങ്ങളെയാണ്, ഏറ്റവും കൂടുതൽ. ബാക്കിയൊക്കെ പിന്നെ ഉള്ളൂ. ഏതൊരു അമ്മയും, ഇപ്പം എൻ്റെ അമ്മയായാലും ഞാൻ എൻ്റെ മക്കളെ ആയാലും അങ്ങനെ തന്നെയാണ്. ആ മക്കളോട് ഇനി 50 മക്കൾ ജനിച്ചാലും ശരി, ഒരു വ്യത്യാസം ഒരു മക്കളോട് ഒരു അമ്മയ്ക്ക് തോന്നില്ല. അതങ്ങനെയാണ്, അത് മനസ്സിലാക്കണം. എനിക്ക് രേണുവിനെതിരായിട്ട് വന്ന ഈ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രേണുവിനെ ഞാൻ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് രേണു എന്ന അമ്മയോട് വളരെയധികം സഹതാപമാണ് ഉണ്ടായത്. തൻ്റെ പരാധീനതകൾ മാറ്റാൻ വേണ്ടിയിട്ട് അവർ വീഡിയോയും ഷൂട്ട് ഇതിനൊക്കെ പോകുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ അവർക്ക് അവരെ മോനുമായി ഫോണിലൂടെ ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും പറ്റാതിരിക്കുമ്പം അവർക്കുണ്ടാകുന്ന ഫീലിങ്സ്, ഒറ്റപ്പെടുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഫീലിങ്സ് വളരെ വലുതാണ്. പുറമേ നിന്ന് എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാം. അത് ഒരു കാര്യം. പിന്നെ കിച്ചു മോനെ പോയി ഋതപ്പനെ നോക്കണേന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു നാടകമുണ്ടോ എന്നൊരു സംശയമില്ലായിരിക്കില്ല. ചിലപ്പോൾ ഈ പറയുന്ന പോലെ കിച്ചു ചേട്ടനാണല്ലോ, അനിയനെ പോയി കാണുമ്പോൾ അപ്പം കിച്ചുവിനെ കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം പറഞ്ഞത്. എന്തായാലും വിമർശിക്കണമെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ പറയുന്നത് വളരെ മോശമാണ്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരായാലും ഇപ്പം രേണുവിനെ ഒരുപാട് വിമർശിക്കുന്നവരാണ്. നമ്മളിപ്പം ഞാനൊക്കെ ഒത്തിരി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും കയറി നമ്മൾ വിമർശനം, ഇപ്പം സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് രേണു ബിഗ് ബോസിൽ വന്നപ്പോൾ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണ് അതൊക്കെ ഭയങ്കര നാടകമായിട്ട്. പക്ഷെ ഇത് ഒരമ്മയുടെ ഉള്ളിൽ നിന്ന് വന്ന വേദനയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കുഞ്ഞുങ്ങളോ ഈ ഒരു തിരിച്ച് ഇപ്പം ടി വി കാണണേ മോനെ എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ അമ്മയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ എന്നെ കാണുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ഈ ഒരു വിഷയത്തോട് എൻ്റെ അഭിപ്രായം ഇതാണ്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. എന്നെ വിമർശിക്കാൻ വരുന്നവർ മനസ്സിലാക്കേണ്ടത് ഞാനെന്ന അമ്മ എനിക്കുണ്ടായ അനുഭവം രേണുവിൻ്റെ ഒരു അനുഭവമായിട്ട് ഞാൻ കുട്ടിക്കാലത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പുതിയൊരു വിഷയമായി വരുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.